നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയാം, ശരിയായ ഉറക്കം മനസ്സിന്റെയും ശരീരത്തിന്റെയും സമ്പൂർണ്ണ ആരോഗ്യത്തിന് സുപ്രധാനമാണ്. ഉറക്കക്കുറവും ഉറക്കമില്ലായ്മയും കാരണം ബുദ്ധിമുട്ടുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. ആയുർവേദ വിധി പ്രകാരം ഉറക്കക്കുറവിനുള്ള പരിഹാരവും ജീവിതശൈലി ക്രമീകരണവും ചികിത്സാ നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ റോസ്മേരി വിൽസനോടാണ്. മാം, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്കം വളരെ പ്രധാനമാണ്. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെ വിശദീകരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം ഉറക്കം ഒരു മസ്റ്റായിട്ടുള്ള, എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണെന്ന്. നമ്മുടെ പകൽ സമയത്തെ ജോലികൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ആരോഗ്യത്തെ അല്ലെങ്കിൽ കാര്യക്ഷമതയെ ഒക്കെ വീണ്ടെടുക്കുന്നതിനും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉത്സാഹം ഉണ്ടാകുന്നതിനും പിറ്റേ ദിവസം വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ ജോലികളിലേക്ക് കടന്നു വരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിച്ചുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് ആ ഉറക്കം പലരിലും പല രീതിയിലാണ് കാണപ്പെടുക. ഒരു ഉറക്കം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം മനുഷ്യൻ്റെ ആരോഗ്യത്തിലുണ്ട്. ആയുർവേദ രീതിയെ പറയുമ്പോൾ മനുഷ്യ ശരീരത്തെ താങ്ങി നിർത്തുന്ന ത്രിസ്തൂണങ്ങൾ അല്ലെങ്കിൽ 3 തൂണുകളായിട്ട് പറയുന്നതിൽ നിദ്ര, ആഹാരം, ബ്രഹ്മചര്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിൽ നിദ്രയുടെ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഉറക്കം പല കാരണങ്ങളെ കൊണ്ട് വ്യത്യസ്തമായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. ഇനി വേണ്ട രീതിയിൽ ഉറങ്ങുന്നവർക്ക് നല്ല ആരോഗ്യവും. ഡോക്ടർ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ഓരോ പ്രായത്തിലും എത്ര മണിക്കൂറുകൾ, എത്രത്തോളം ഉറങ്ങണം? ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ 15-20 മണിക്കൂറുകളൊക്കെ ഉറങ്ങുന്നുണ്ടാവും. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡോക്ടർ, ചെറിയ കുട്ടികൾ മുതൽ അതിനുശേഷമുള്ള യങ്സ്റ്റേഴ്സ് മുതൽ അല്ലെങ്കിൽ നല്ല പ്രായമുള്ളവർ വരെ ഓരോ പ്രായത്തിലും എത്രത്തോളമാണ് ഉറക്കം വേണ്ടത്? പ്രായവ്യത്യാസം അനുസരിച്ച് ഈ ഉറക്കത്തിൻ്റെ സമയത്തിന് തന്നെ വളരെയധികം വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 1 മന്ത് വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ 18 to 22 hours അല്ലെങ്കിൽ 20 hours വരെ 18 മുതൽ 20-22 മണിക്കൂർ അവർ കണ്ടിന്യൂസ് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. ചിലരിൽ അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും. ഗ്രാജുവലി അതിൻ്റെ ഉറക്ക ടൈമിങ്ങും അതുപോലെ ഉറങ്ങുന്ന സമയത്തിനും വ്യത്യാസം വരും. പകൽ മുഴുവൻ ഉറങ്ങി രാത്രി ഉണർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ജനിച്ച ഉടനെ തന്നെ. ഗ്രാജുവലി അതിന് ചേഞ്ചസ് വന്നിട്ട് രാത്രിയിലേക്കുള്ള ഉറക്കത്തിലേക്ക് മാറുകയും ഓരോ മാസം കഴിയും തോറും ആ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. ഇനി സാധാരണ കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ ബാല്യാവസ്ഥയിൽ അതൊരു 8 to 10 hours ഉറങ്ങുക, 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ഉറക്കം ഉണ്ടാകുക. എന്നാൽ വാർദ്ധക്യകാലത്തിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ വൃദ്ധന്മാരിൽ അത് നോക്കുകയാണെങ്കിൽ 3 to 4 hours, 3 മുതൽ 4 മണിക്കൂറൊക്കെ സമയമാണ് ഉറങ്ങുന്നതായിട്ട് കാണുക. അതൊക്കെ ഒരു നാച്ചുറൽ തിങ് ആണ്. അന്നൊരു അഡൾട്ടിന് ഒരു 6 hours, 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനപരമായിട്ടും ഏറ്റവും ഉന്മേഷവന്മാരും ആരോഗ്യമുള്ളവരുമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഉറക്കത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഉറക്കത്തിലെ വ്യത്യാസങ്ങൾ പല രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് ആയുർവേദ വിധി പ്രകാരം ഉറക്കക്കുറവിനേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഉറക്കക്കുറവെന്ന് പറഞ്ഞാൽ ആ നിദ്രയിൽ വരുന്ന ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥ, തീരെ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറയുക, അല്ലെങ്കിൽ ഇടവിട്ട് ഉണർന്നെണിക്കുന്ന സ്വഭാവം, ഇതൊക്കെയാണ് ഉറക്കക്കുറവ്, നിദ്രാനാശം എന്നുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുക. രാത്രിയിൽ ഉറക്കം പോകുന്നതിനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ദേഹത്ത് വരുന്ന വേദന, കൈകാലുകൾക്കും ബോഡിയിൽ വരുന്ന വേദന, പുകച്ചില്, അതുപോലെ ചൊറിച്ചില് മുതലായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വരുന്ന പലവിധ രോഗങ്ങളുണ്ട്.
അങ്ങനെ വരുന്ന രോഗാവസ്ഥയോടനുബന്ധിച്ച് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് തലവേദന, ഇപ്പോൾ മൈഗ്രെയിൻ, ഹെഡേക്ക്, അല്ലെങ്കിൽ BP, ഹൈപ്പർ ടെൻഷനിൽ വരുന്ന ചേഞ്ചസ്, BP-യുടെ ആധിക്യം കൊണ്ടൊക്കെ ഉറക്കം നശിക്കുക, അത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനിൽ വരുന്ന ചേഞ്ചസും ഹൈ BP ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ അസ്വസ്ഥതകൾ വരികയും അത് ഉറക്കം കെടുത്താനായിട്ട് നിദ്രാനാശത്തിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യും. അതുപോലെയുള്ള മറ്റൊരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ആസ്മാറ്റിക് പേഷ്യൻസ് ആണ്. കഫജമായിട്ട് വന്നിട്ട് ശ്വാസകോശ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ, നമുക്കറിയാം രാത്രിയിൽ കഫവൃദ്ധി കൂടാനും ഇത്തരത്തിലുള്ള ആസ്മാറ്റിക് പേഷ്യൻസിന് ഒരുറക്കം കഴിഞ്ഞതിന് ശേഷം പുലർച്ചെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അധികമായിട്ട് വരിക. അങ്ങനെയുള്ളൊരവസ്ഥയിലും അവർ ഉറക്കക്കുറവ് അല്ലെങ്കിൽ നിദ്രാനാശം സംഭവിക്കാനായിട്ട് ഏറ്റവും ചാൻസസ് ആണ്. ഇനി അതുപോലെയുള്ള വേറൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസാണ്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് മസ്കുലാറായിട്ടാണ്, ബോഡിലി ആയിട്ട് വരുന്ന സ്റ്റിഫ്നെസ്, അതുപോലെ വിറയൽ പോലുള്ള അവസ്ഥ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ്, ഉറങ്ങുമ്പോൾ കിടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഉറക്കം വളരെയധികം കുറയും. ഇനി ഹെമിപ്ലീജിയ പോലെ, പക്ഷാഘാതം പോലെയുള്ള രോഗാവസ്ഥയിലും വാദവൃദ്ധിയും കഫാനുബന്ധിത്വവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവർക്കും ഇപ്പോൾ ഓരോ ടിപ്പിക്കലായിട്ടുള്ള ഭാഗത്തിൻ്റെ പ്രവർത്തന ശേഷി കുറയുന്നതുകൊണ്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിലായാലും കിടക്കാനും വേണ്ട രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം നിർവഹിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ അവർക്കും ഇത്തരത്തിലുള്ള നിദ്രാനാശം അല്ലെങ്കിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാനായിട്ട് അതൊരു കാരണമായിട്ട് വരും. പല വിധത്തിലുള്ള ലോങ് ടേം ആയിട്ട് നമ്മെ എഫക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രോഗ്രസീവായിട്ട് വരുന്ന ഈ പാർക്കിൻസൺസും പക്ഷാഘാതം മുതലായിട്ടുള്ള രോഗങ്ങൾ, മോട്ടോർ ന്യൂറോൺ ഡിസീസസ്, ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിലൊക്കെ ഈ നിദ്രാനാശം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായിട്ട് വരും. അത് അവരുടെ ഈ രോഗാവസ്ഥയെ കൂട്ടാനും വാദവൃദ്ധി ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഉറക്കം ഒരു പ്രധാന ഘടകമാണ് അവരുടെ ആരോഗ്യത്തിനും. ഏതൊരു ആളുടെ വ്യക്തിയുടെയും ആരോഗ്യത്തിനും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയിൽ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആ രോഗത്തിനുള്ള ചികിത്സയും അതിനോടൊപ്പം തന്നെയുള്ള ഈ നിദ്രാനാശത്തിനുള്ള ചികിത്സയും കൂടെ കണക്ട് ചെയ്തിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. മാം, നമുക്ക് ഒരു പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വർക്കലയിൽ നിന്ന് ഗായത്രിയുടെ കോൾ ഉണ്ട്. ഗായത്രി, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് 58 വയസ്സായി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കം ഒട്ടും ഇല്ല. പകലും ഉറക്കമില്ല, രാത്രിയില്ല. എന്താണ് ഒരു ടെൻഷൻ മാതിരിയാണ്. ഷുഗർ, പ്രഷർ, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്? കാല് വീണ ഒടിവുണ്ട്, അങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പൊ ഒരു ടെൻഷൻ കണക്ക് മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷുഗറോ അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. കുഴപ്പമൊന്നുമില്ല. 58 വയസ്സല്ലേ നിങ്ങൾക്കുള്ളു. അങ്ങനെ ടെൻഷൻ ആവേണ്ട. ഇപ്പൊ ഉറക്കക്കുറവ് വരാനായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞോണം മാനസികമായിട്ടുള്ള ഒരു ആദി, അല്ലെങ്കിൽ വീണപ്പോ വന്നുള്ളൊരു വിഷമം, അങ്ങനത്തെ സ്ട്രെസ്സൊക്കെ കൊണ്ട് ഉറക്കക്കുറവ് വരാം. അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ മാറാവുന്നുള്ളൂ. നല്ല ഉറക്കം കിട്ടാനായിട്ട് ക്ഷീരബല എണ്ണ നിറയിൽ വെക്കുക. കച്ചൂരാതി ചൂർണവും ക്ഷീരബല എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് 1 സ്പൂൺ വെണ്ണ ചേർത്ത് നെറുകയിൽ വെക്കുക. ഒരു 4 മണിക്ക് വെച്ച് ഒരു 5 മണിയാകുമ്പോൾ തുടച്ച് കളയുക. അതിനുശേഷം തല കുളിക്കുക. പിന്നെ ദ്രാക്ഷാതി കഷായം, ആ കഷായം ഒരു ജനറൽ ഹെൽത്തിന് നല്ലതാ. നമ്മുടെ മനസ്സിൻ്റെ ആധീന തീർക്കാനും ക്ഷീണം മാറ്റാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതൊരു 15 മില്ലി 60 ml വെള്ളം ചേർക്കുക. മാനസമിത്ര വടകം പകുതി ചേർത്തിട്ട് കാലത്തും വൈകിട്ടും കഴിക്കുക. എണ്ണ വെച്ച് കുളിക്കുകയും ചെയ്യും. പിന്നെ വെള്ളമൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ ഈശ്വര ചിന്തയിൽ ഇരിക്കുക. അപ്പം നമുക്കൊന്നും ആദ്യപ്പെടേണ്ടതില്ല. ഈ ഫ്രാക്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയൊക്കെ കഴിയുമ്പോൾ സുഖമാവുന്നതാണ്. എന്തായാലും ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചോളൂ. ഗായത്രി വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഇടുക്കിയിൽ നിന്ന് രാജൻ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. രാജൻ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാനൊരു 4 വർഷമായിട്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടേ.
കാലിന് ഉപ്പൂറ്റിക്ക് എപ്പോഴും വേദനയാ. രാത്രിയും പോലെ ഒരുപോലെ വേദനയുണ്ടോ? അതുകൊണ്ട് വളരെ ഉറക്കക്കുറവാണേ. എന്ത് ജോലിയാ ചെയ്യണേ? ഞാൻ കാറ്ററിംഗിന്റെ കിച്ചണിൽ പണിയായിരുന്നു. ഇപ്പൊ പണിയെടുത്തിട്ട് ഒരു 8 വർഷമായി. ബുദ്ധിമുട്ട് കാരണം പണിയാൻ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വേദനകളും ഒക്കെ വരുമ്പോ അങ്ങനെ ഉറക്കക്കുറവ് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്കിന്റെ പ്രോബ്ലവും അതിനോടനുബന്ധമായിട്ടുള്ള വേദനയും കാലിന്റെ ബുദ്ധിമുട്ടൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഷായങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഗന്ധതൈലം വാങ്ങിക്കുക. ഗന്ധതൈലം അത് 10 ഡ്രോപ്പ് ഒരു 1/4 ഗ്ലാസ് പാലിൽ ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉറക്കക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നെറുകയിൽ വെച്ച് കുളിക്കാനായിട്ട് ചന്ദനാദി എണ്ണ കുറച്ച് നെറുകയിൽ വെച്ച് കുളിക്കുക. പിന്നെ വല്ല സ്മോക്കിങ് അങ്ങനത്തെ എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുക. പിന്നെ അതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കോള പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളും അധികം സ്പൈസി ആയിട്ടുള്ള മുളക്, അച്ചാർ ഇങ്ങനത്തെയൊക്കെ കുറയ്ക്കുക. അത് ഉറക്കത്തെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ബ്രഹ്മി വീട്ടിലുണ്ടെങ്കിൽ അത് വാട്ടിപ്പിഴിഞ്ഞ് കഴുകി ഇലയിൽ പൊതിഞ്ഞ് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതൊരു 20 ml 1 ടീസ്പൂൺ തേൻ ചേർത്തിട്ട് വൈകിട്ട് കഴിക്കാം. അതങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വിളിക്കുക കേട്ടോ. നിങ്ങളുടെ വേദനയും പ്രയാസങ്ങളും ഒക്കെ കുറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം സാധാരണ രീതിയിലാക്കാനായിട്ട് സാധിക്കും. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. തുടരുന്നു. നമ്മളിൽ പലർക്കുമുള്ള ഉറക്കക്കുറവ് എന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഉറക്കക്കുറവിനുള്ള പരിഹാരങ്ങളും ആയുർവേദ നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഡോക്ടറെ, ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉറക്കമില്ലായ്മ എത്രത്തിലാണ് ദോഷം ചെയ്യുക? ഇവിടെ ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ നിദ്രാനാശം എന്ന് പറയുന്നത് ബോഡിലി ആയിട്ടുള്ള വളരെയധികം ചേഞ്ചസ് വരുത്തും. ഇപ്പം നമുക്കറിയാം, ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമൊക്കെ ഉറക്കമില്ലാതിരിക്കുക. പിന്നെ ജോലി സംബന്ധമായിട്ട് തന്നെയായാലും കണ്ടിന്യൂസ് നൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർ വേണ്ട രീതിയിൽ പകൽ ഉറങ്ങി തീർക്കാത്ത അവസ്ഥ, ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് പല രീതിയിലുള്ള BP ചേഞ്ചസ് അല്ലെങ്കിൽ കൂടിയ പ്രഷർ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരും. അത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും അതിനെ മിനിമൈസ് ചെയ്യാനും നമുക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദയാഘാതവും ഒക്കെ ഇതിന് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊരു കാരണമാവുകയും കൂടി ചെയ്യാം. എന്ന് പറഞ്ഞാൽ മറ്റ് രോഗാവസ്ഥകളൊന്നുമില്ലാതെ മുഖ്യ രോഗകാരണം ആയിട്ട് ഈ ഉറക്കക്കുറവ് നിൽക്കുന്നത് തരത്തിലുള്ള മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സുകൾ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതെ വരുമ്പോൾ അതൊരു മാനസികമായിട്ടുള്ള രോഗമായിട്ട് മാറാനൊക്കെ സാധ്യതകളാണ്. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് മറ്റു രോഗാനുബന്ധത്വം ഇല്ലാതെ കൂടി തന്നെ നിദ്രാനാശം സംഭവിക്കുന്നത്. ഡോക്ടർ, നമുക്ക് എറണാകുളത്ത് നിന്ന് ലൈല കുമാരി എന്ന പ്രേക്ഷകരുടെ കോളുണ്ട്. മാം സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് 70 വയസ്സായി. 70 വയസ്സ് ഒക്ടോബറിലാകും. എനിക്ക് ഉറക്കം കുറവാണ്, വളരെ കുറവാണ്. അത് എത്ര നാളായി അങ്ങനെ ഉറക്കക്കുറവായിട്ട്? ഉറക്കക്കുറവായിട്ട് ഹസ്ബൻഡ് മരിച്ചിട്ട് 16 വർഷമായി. അന്ന് മോളെ ഒന്നും കല്യാണം കഴിച്ചിരുന്നില്ല. എനിക്കായിരുന്നു റെസ്പോൺസിബിലിറ്റി ഒക്കെ. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് അതൊക്കെ നല്ല ഡീസെന്റ് ആയിട്ട് ഞാൻ നടത്തി. പിന്നെ മോനെയും എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ആ കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട്, എനിക്ക് കോവിഡ് വന്നില്ല, എന്റെ ഫാമിലിയിലും വന്നില്ല. പക്ഷെ എന്റെ മോനെ ഒരു ട്രാവൽ ഏജൻസി നടത്തിയായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു പോയി ഡോക്ടറെ. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഞാനൊന്ന് ലെവലാക്കി കൊണ്ടുവരികയാണ്. അന്നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു 3-4 മണിക്കൂർ സമയത്ത്. അതെ, എന്ന് പറഞ്ഞാലേ നമ്മൾ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് അതുപോലെയുള്ളൊരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകാൻ ഇടവരികയും നമ്മൾ വളരെയധികം ക്ലേശപ്പെട്ടിട്ടാണെങ്കിലും മക്കളുടെ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു കൂടുതൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളും മാനസികവും ശാരീരികമായിട്ടുള്ള ക്ഷീണവും ഒക്കെ വന്നതുകൊണ്ടാണ് ഉറക്കക്കുറവ്. ആദ്യം നമ്മളിതൊന്നും
പ്രത്യേകിച്ച് ഗൗനിക്കൂല. കുറച്ച് നാൾ നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്ക് ഉറക്കമില്ലെങ്കിലും പ്രശ്നമില്ലാതെ നമ്മൾ മൂവ് ചെയ്യും. പകൽ ഉറങ്ങിയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടത്തും. രാത്രി കുറച്ച് സമയം ഉറങ്ങിയാലും പ്രശ്നങ്ങളില്ലാതെ പോകും. പിന്നീടാണ് അത് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തീരെ ഉറക്കമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലങ്ങൾ പോകുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ബലക്ഷയത്തിനും അതുപോലെ നമ്മുടെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കാനും ഊർജത്തെ കുറയ്ക്കാനും ഒക്കെ അതിന് വളരെയധികം സഹായിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ അതിനുള്ള ആയുർവേദികമായിട്ട് വളരെയധികം പ്രതിവിധികളുണ്ട്. ശിരസിൽ ചെയ്യുന്ന ശിരോധാര, എണ്ണകൾ ചേർത്ത് അതിൻ്റെ പല ഫോംസ് ഉണ്ട്. എണ്ണ നനച്ച് പിജു രൂപേണ നെറുകയിലിടാം. ഇപ്പം ചന്ദനാദി എണ്ണ അല്ലെങ്കിൽ ക്ഷീരബല എണ്ണ ഇതൊക്കെ ഉപയോഗിക്കുക. അത് പഞ്ഞി നനച്ച് അല്ലെങ്കിൽ തുണി നനച്ച് നെറുകയിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുളിക്കുക. അതുപോലെ തിക്തകം കഷായം ഉപയോഗിക്കുക. അത് ഒരു 15 മില്ലി കഷായം 60 ml വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുക. പിന്നെ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശിരസിൽ ചെയ്യുന്ന ശിരോധാര, തക്രധാര പോലെയുള്ള ചികിത്സകളൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഏറ്റവും ഗുണകരമായിരിക്കും. എന്തായാലും ഈ എണ്ണ തേച്ച് കുളിക്കുക. മാനസമിത്ര വടകം രാത്രി 1 വീതം ഒരു 1/4 ഗ്ലാസ് പാലിൽ പൊടിച്ചിട്ട് കഴിക്കുക. ഒരു 2-3 ആഴ്ച കാലം ഇതിങ്ങനെ ചെയ്യുക. നെറുകയിൽ എണ്ണ വയ്ക്കലും ഈ ഗുളിക കഴിക്കുക, കഷായമൊക്കെ കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതിന് വ്യത്യാസം വരും. അപ്പം വളരെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 10-12 വർഷം മുമ്പ് തുടങ്ങി ഉറക്കക്കുറവുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ധാരാപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ശിരസിൽ ചെയ്യുന്ന ധാരയൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ കാലിൻ്റെ മുട്ടിന് വന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന തേയ്മാനം കൊണ്ട് വരുന്നതാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് കുഴമ്പ് ഉപയോഗിക്കുക. ഇപ്പം കാലിൻ്റെ മുട്ടിൽ പുരട്ടാനായിട്ട് രസതൈലവും സഹചരാതി കുഴമ്പും കൂടെ ചേർത്ത് ചൂടാക്കി മുട്ടിൽ പുരട്ടി ആവി പിടിക്കുകയൊക്കെ ചെയ്യുക. ഇതെന്തായാലും ഒരു 2-3 ആഴ്ച കാലം ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് അറിയിച്ചോളൂ. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് സീന എന്ന പ്രേക്ഷക കൂടിയുണ്ട്. മാം സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഉറക്ക കുറവാണ്. അത് കിടന്നൊരു 11 മണിക്കൊക്കെ സാധാരണ കിടക്കുള്ളൂ. അത് 2 മണി വരെയൊക്കെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് എന്നിട്ടാണ് ഭയങ്കര ടെൻഷൻ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ. എന്നാ ഉറക്കം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങും. പിന്നെ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേനും എണിക്കും. പകലാണെങ്കിൽ കിടക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ TV വെച്ച് ഇങ്ങനെ കണ്ടു കാണുമ്പോ ഒന്ന് കണ്ണടഞ്ഞ് ഇങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെ കൈയിന്റെ ഷോൾഡറിന്റെ ഭാഗം ഭയങ്കര വേദന, കഴുത്തിന്റെ ഭാഗം നീര് പോലെയായിട്ട്. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് കാല് ഭയങ്കര കഴപ്പ്, വേദന ഒക്കെ ആയിട്ട്. പിന്നെന്താണ് ഒരു പരിഹാരം? ഷുഗർ ഷുഗർ ഉണ്ട്. തൈറോയിഡിന്റെ ഓപ്പറേഷൻ ഇപ്പൊ കഴിച്ചിട്ട് 88ന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ കാലും കൈയിന്റെ മുട്ടുഭാഗം കഴപ്പ്. അപ്പൊ എന്ന് പറഞ്ഞ കൈകൾക്കും ഷോൾഡറിനും ഒക്കെ വേദനയും ഒക്കെ വരുമ്പോൾ നമുക്ക് രാത്രിയിൽ ഉറക്കം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവാം. അതുകൊണ്ട് അപ്പൊ നമ്മൾ ആ വേദനയൊക്കെ മാറ്റാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കഷായങ്ങളും കുഴമ്പൊക്കെ പുരട്ടി കുളിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കൊട്ടൻ ചുക്കാതി കുഴമ്പും അതുപോലെ പ്രസാരണ്യാദി തൈലം അതൊക്കെ അത് 2ഉം കൂടെ വാങ്ങിച്ചിട്ട് ചൂടാക്കിയിട്ട് കഴുത്ത്, ഷോൾഡർ അതുപോലെ കാലിന്റെ മുട്ടിലൊക്കെ പുരട്ടി ചൂടുവെള്ളത്തിൽ ആവി പിടിച്ചിട്ട് കുളിക്കുക. അതുപോലെ കഷായം കഴിക്കുമ്പോൾ മഹാരാസ്നാദി കഷായം വാങ്ങിക്കുക. അത് 15 ml 60 ml വെള്ളം ഒഴിക്കുക. ക്ഷീരബല ഒരു 5 ml അതിൽ ചേർത്തിട്ട് കഴിക്കുക. ഈ ക്ഷീരബല തൈലം തന്നെ നെറുകയിൽ വെച്ച് കുളിക്കുക. അത് ഇച്ചിരി ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. കുറുന്തോട്ടി ആവർത്തിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ പാലിൽ ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഉറക്കത്തിന് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് അധികം തണുപ്പുള്ള എണ്ണകൾ ഉപയോഗിച്ച് ഉറക്കം കിട്ടാൻ ഉപയോഗിച്ചാൽ ഈ ഷോൾഡറിൻ്റെ വേദന കൂടാനായിട്ട് അത് കാരണമാകും. അപ്പോൾ പറഞ്ഞോണം കറക്റ്റ് നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 11 മണിയൊക്കെ ആവാതെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് 8 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുക. എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മണിക്ക് എഴുന്നേൽക്കണോണ്ട് വിരോധം ഉണ്ടാവില്ല. വേഗം ഉറക്കമൊക്കെ കിട്ടുകയും ചെയ്യും.
അതിൽ കുഴമ്പ് വരട്ടി കുളിക്കുകയും കഷായമൊക്കെ ഉപയോഗിക്കുക. വേദനകൾ കുറയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം നാച്ചുറലായിട്ട് കിട്ടും. പിന്നെ ഈ എണ്ണ നെറുകയിൽ വെച്ച് കുളിക്കുക, അത് ഏറ്റവും സഹായകമായിരിക്കും. പിന്നെ ബ്രഹ്മീകൃതം വാങ്ങിക്കുക, അത് 1/2 ടീസ്പൂണ് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. അത് ബ്രഹ്മി വീട്ടിലുണ്ടെങ്കിൽ ബ്രഹ്മി കുടവനൊക്കെ വാട്ടി പിഴിഞ്ഞ് നീര് കഴിക്കുന്നതിനും കുഴപ്പമില്ല. നമ്മൾ ഡയബറ്റിക്കുകാരാകുമ്പോൾ മെഡിസിൻസ് കഴിക്കാനായിട്ട് മധുരമുള്ളതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ഔഷധങ്ങളും അതുപോലെ ആഹാര ക്രമീകരണങ്ങളും ഒക്കെ കൊണ്ടുവരിക. അപ്പോൾ ഡയബറ്റിക് കൺട്രോൾഡ് ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉറങ്ങാനായിട്ട് കൂടുതൽ ഉറക്കമൊക്കെ കിട്ടും. അതുപോലെ ഇൻഡയറക്റ്റ്ലി അത് BP ചേഞ്ചസിലേക്കൊന്നും കൊണ്ടുവരില്ല. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ജലാംശം കുറയുമ്പോഴും അത് പലപ്പോഴും ഉറക്കം കുറയ്ക്കാനായിട്ട് കാരണമാകും. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സുഖം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ മരിയ, നമുക്ക് സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് അപ്പോൾ ആയുർവേദത്തിൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ട് ഉറക്കം വർദ്ധിപ്പിക്കാൻ, നല്ല ഉറക്കം കിട്ടാൻ എന്തെല്ലാമാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായപൂർത്തിയായ ഒരാൾ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയൊക്കെ തീർച്ചയായും ഉറങ്ങേണ്ടതാണ്. ഒരു രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ രോഗം മാറുന്ന ഒരു അവസ്ഥയിലും അതുപോലെ തന്നെ ദേഹം ക്ഷീണിച്ച് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഉറക്കം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന ബെഡ്റൂം അതെപ്പോഴും ശുചിയായിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ പുറത്തുനിന്ന് വരാത്ത രീതിയിലുള്ള മുറി വേണം നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ അതിൽ ഉണക്കാനിടുന്നത്, അതുപോലെ തന്നെ തലയണ വെക്കുന്നത് അധികം കട്ടിയില്ലാത്ത തലയണ ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ മെൻ്റൽ സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ടെൻഷനുകളും ഓരോ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും വേദനകളെല്ലാം ഉള്ള ഒരു അവസ്ഥകളാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഉറങ്ങുന്നതിന് മുൻപേ ആയിട്ടാണെങ്കിലും നമ്മളധികം ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മദ്യപാനം, പുകവലി അല്ലെങ്കിൽ കഫെയിൻ അടങ്ങിയിട്ടുള്ള ചായ, കാപ്പി, കോള മുതലായിട്ടുള്ള പാനീയങ്ങൾ അതൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. ഇനി അത് പറ്റുന്നില്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മളതൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നേ എങ്കിലും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിക്കുന്നതാണെങ്കിലും ലഘുവായിട്ടുള്ള പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ചെറുതായി ഒന്ന് നടന്ന് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം കിടന്നുറങ്ങാനായിട്ട് അതും ഉറക്കത്തിന് നല്ലതാണ്. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാല്, ചെറു ചൂടോടുകൂടിയുള്ള പാലിൽ സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ഉറക്കത്തിന്. അതിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ, അതുപോലെ മുട്ട, പാല്, ചീസ്, അതിലൊക്കെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. അത് ഉറക്കത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എരിവ്, പുളി, അധികം മസാല, സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഈ പറയുന്ന പോലെ മദ്യപാനവും പുകവലിയും ഒക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.